മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി മുസ്ലിം ലീഗ് വാങ്ങിയ ഭൂമി തരം മാറ്റിയതിൽ കേസെടുക്കാൻ നടപടി തുടങ്ങി ലാൻഡ് ബോർഡ്. അനുമതി തേടി സോണൽ ലാൻഡ് ബോർഡ് സംസ്ഥാന ലാൻഡ് ബോർഡ് ചെയർമാൻ കത്തയച്ചു. വില്ലേജ് ഓഫീസറുടെ അന്വേഷണത്തിൽ തോട്ടഭൂമിയുടെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ് എന്ന് വ്യക്തമായിരുന്നു. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേർന്നു. സുർജിത്ത്, ലീഗ് നൽകിയാലും അതാരും നൽകിയാലും കുറേയധികം ആളുകൾ ആ വീട് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഭൂമി സങ്കീർണതകളിലേക്ക് ആ ഭൂമി എടുത്തെറിയപ്പെടുന്നത് അവരുടെ പ്രതീക്ഷകളെ കൂടി ഇല്ലാതാക്കലാണ്. അത് സങ്കീർണതകളിൽ പെടും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണോ സുർജിത്ത്? ഇതിനകത്ത് വലിയ സങ്കീർണതയുണ്ട്. അതായത് ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് വലിയ സങ്കീർണത നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കേസെടുക്കാനുള്ള നീക്കം ഇപ്പോൾ താലൂക്ക് ലാൻഡ് ബോർഡിന്റെ ഭാഗത്ത് നിന്ന് പ്രപ്പോസലായി തന്നെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇതിൽ ഇപ്പോൾ ഇത് ഈ ഭൂമി തരം മാറ്റിയ ഭൂമി എന്നുള്ള തരത്തിൽ തന്നെയാണ് വരുന്നത്. അത് രേഖ അടക്കം പരിശോധന പൂർത്തിയാക്കി. മാത്രമല്ല ഭൂപരിഷ്കരണ നിയമത്തിലെ 105A വകുപ്പ് പ്രകാരമുള്ള പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി. ഈ അന്വേഷണങ്ങളിലെല്ലാം തന്നെ വ്യക്തമാകുന്ന കാര്യം ഇതിൽ ഈ ഭൂമി തോട്ടഭൂമിയാണ്, അത് കാപ്പിത്തോട്ടമായി നിലനിർത്തേണ്ട ഭൂമിയാണ് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണമാണ് ഉണ്ടാകുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ സോണൽ ലാൻഡ് ബോർഡ് ഇന്നലെ അനുമതി തേടിക്കൊണ്ട് കത്ത് അയച്ചിരിക്കുന്നത്. സംസ്ഥാന ലാൻഡ് ബോർഡ് ചെയർമാനാണ് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്ക് കേസെടുക്കുന്നതടക്കമുള്ള തുടർ നടപടികളുടെ ഭാഗമായി അതിനുള്ള നടപടി ക്രമങ്ങൾ അത് സ്വീകരിക്കാൻ വേണ്ടി അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് നൽകിയിരിക്കുന്നത്. ഭൂ ഉടമ ഇതുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയിരിക്കുന്നത് തോട്ടഭൂമിയാണ്, തരം മാറ്റൽ നടന്നിരിക്കുന്നത് വിൽപ്പനയ്ക്ക് ശേഷം ആണ് എന്നുള്ള തരത്തിലുള്ള മൊഴിയാണ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുക്കുക എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. സ്വാഭാവികമായും ഒരുപക്ഷെ സർക്കാരിന് ഇത് നയപരമായ രീതിയിൽ തന്നെ ഒരു സമീപനം സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് കഴിയും. മാത്രമല്ല, പോയ കാലത്ത് ദുരന്തം ബാധിത പുനരധിവാസ ഭൂമിയിൽ തരംമാറ്റൽ നടന്നിട്ടുണ്ട്. സർക്കാരിന് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്ന പോലെ സുർജിത്ത്, ഇതിൽ രാഷ്ട്രീയമില്ലല്ലോ. ഇതിൽ അവിടെ ആർക്ക് വീട് അല്ലെങ്കിൽ ആര് വീട് കൊടുത്താലും ആശ്വാസമാവുന്നത് അങ്ങേയറ്റം ദുരന്തബാധിതർക്കാണ്, എല്ലാം നഷ്ടപ്പെട്ടവർക്കാണ്. അതിൻ്റെ പേരിൽ ഈ തരം മാറ്റൽ, പേപ്പർ, സങ്കീർണത, ലാൻഡ് ബോർഡ് എന്നൊക്കെയുള്ള ഈ പറയുന്ന നൂലാമാലകളിലേക്ക് ആ ഭൂമിയെ വലിച്ചെറിയാതെ സർക്കാർ ഇടപെടും എന്ന് പ്രതീക്ഷിക്കാമോ സുർജിത്ത്? ഇതിലൊരു പ്രധാന പ്രശ്നം ഹാഷ്മി, ഇതുവരെ സർക്കാരിന്റെ മുമ്പാകെ ഈ വിഷയം എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം സർക്കാരിന് മുമ്പാകെ ഒരു പേപ്പർ പോലും ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ തരംമാറ്റലടക്കമുള്ള കാര്യങ്ങളിൽ അങ്ങനെ തരംമാറ്റം നടന്നിട്ടില്ല. ഈ ഭൂമി അത് തോട്ടഭൂമി അല്ല എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. പക്ഷേ അടിസ്ഥാനപരമായി പരിശോധന പൂർത്തിയാക്കിയ ഘട്ടത്തിലാണ് ഇത് തോട്ടഭൂമി എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ ഭാഗത്ത് വരുന്നത്. ഇത് ഒരു അർദ്ധ ജുഡീഷ്യൽ ബോഡിയായ താലൂക്ക് ലാൻഡ് ബോർഡിന്റെ കൈവശമാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുള്ളത്. അതിൽ സർക്കാരിന് ഇപ്പോൾ നിലവിൽ ഒരു ഇടപെടൽ നടത്താൻ കഴിയില്ല. കാരണം സർക്കാരിന് മുമ്പിൽ അപേക്ഷ വന്നിട്ടില്ല എന്നുള്ളത് റവന്യൂ മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചതാണ്. അങ്ങനെ ഒരു അപേക്ഷ വരുന്ന ഘട്ടത്തിൽ മാത്രമേ സർക്കാരിനെ സംബന്ധിച്ച പരിഗണന നടത്താൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും ഈ നിയമവ്യവഹാരത്തിലേക്ക് ഇത് നീങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായും ഒരു വൈകൽ ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക ദുരന്തബാധിതരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. സർക്കാരിന് മുമ്പിൽ അപേക്ഷ വരികയാണെങ്കിൽ ഏത് തരത്തിലേക്കുള്ള സമീപനമാകും ഉണ്ടാവുക എന്നുള്ള തരത്തിൽ തന്നെയാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. മാത്രമല്ല വാർത്തയുടെ വിവരങ്ങൾ നൽകി അതിൽ രാഷ്ട്രീയമില്ല, അതിൽ രാഷ്ട്രീയം കാണാൻ ആരും ശ്രമിക്കുകയും അരുത്. ഈ പറയുന്ന ലാൻഡ് ബോർഡ്, സോണൽ ലാൻഡ് ബോർഡ്, സംസ്ഥാന ലാൻഡ് ബോർഡ് കത്തയക്കുന്നു. വില്ലേജ് ഓഫീസർ അന്വേഷണത്തിൽ തോട്ടഭൂമിയുടെ പരിധി എന്നൊക്കെ പറയുന്ന കുറേ നാളായ വാർത്തകൾ വരുന്നുണ്ട്. സർക്കാർ അത് കാണുന്നുണ്ട്. സർക്കാരിന് അതിൽ ഇടപെടാവുന്നതേ ഉള്ളൂ. അത് ആ ഭൂമി ഏത് രാഷ്ട്രീയ പാർട്ടി നൽകിയാലും നൽകുന്ന ദുരന്തബാധിതർക്കാണ്. അതിൽ ഈ പറയുന്ന നൂലാമാലകളിൽ പെടുത്തി അത് കുറേയധികം പേരുടെ ആശ്വാസത്തെ ഇല്ലാതാക്കരുത് എന്ന ശക്തമായ ഒരു മാതൃകാപരമായ നിലപാട് സർക്കാരിനും റവന്യൂ വകുപ്പിനൊക്കെ സ്വീകരിക്കാവുന്നതേ ഉള്ളൂ. മന്ത്രി കെ രാജൻ അതിൽ ഇടപെടും എന്ന് തന്നെയാണ് പ്രതീക്ഷ.